ഐനാസ് ക്രിയേഷൻ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്യൂട്ടായിട്ടുള്ള കവായി സ്റ്റിക്കേഴ്സാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. അതിനായിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് ആവശ്യമുള്ള പിക്ചേഴ്സൊക്കെ ഒന്ന് വരച്ചെടുക്കുക. ഇനി വരയ്ക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്താലും മതി. ഈ പിക്ചേഴ്സൊക്കെ എവിടെ നിന്ന് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിൻട്രസ്റ്റിൽ പോയിട്ട് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കുറേ അധികം സ്റ്റിക്കേഴ്സ് അവിടെ വരും. അതിൽ നമുക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സൊക്കെ നോക്കി വരച്ചെടുക്കാം. ഇനി നമുക്ക് വരച്ചെടുത്ത സ്റ്റിക്കേഴ്സിൻ്റെ മേലെ കൂടെ ഒന്ന് ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് പെന്ന് വെച്ചിട്ടോ ഒന്ന് ബോർഡറായിട്ട് വരച്ചു കൊടുക്കാം. ഇനി അടുത്തത് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കളർ അടിച്ചെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ എല്ലാ പിക്ചേഴ്സിലും കളർ അടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ സ്കെച്ച് വെച്ചിട്ടായാലും ക്രയോൺസ് വെച്ചിട്ടായാലും കളർ പെൻസിൽ വെച്ചിട്ടായാലും എന്ത് വെച്ചിട്ടായാലും കളർ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കളർ പെൻസിൽ വെച്ചിട്ടാണ് കളർ ചെയ്യുന്നത്. അങ്ങനെ എല്ലാം കളർ ചെയ്തെടുത്തതിന് ശേഷം ഇതെല്ലാം കട്ട് ചെയ്തെടുക്കുക. ഇനി നിങ്ങൾ പൈസ കൊടുത്ത് സ്റ്റിക്കേഴ്സ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ ക്യൂട്ടായിട്ടുള്ള കവായി സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. ആകെയുള്ള പാട് ഇതുപോലെ കട്ട് ചെയ്യാന്നുള്ളത് മാത്രമാണ്. പിന്നെ ഈ സ്റ്റിക്കേഴ്സ് എല്ലാം കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് വൈറ്റ് സ്പേസ് വിട്ടിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും റിസ്ക് എടുത്ത പണി എന്ന് പറയുന്നത് കട്ട് ചെയ്യലാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് വെച്ച് നമ്മുടെ ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഇവിടെ റെഡി ആയി തീരും. അങ്ങനെ നമ്മുടെ കട്ട് ചെയ്യൽ പരിപാടി ഇവിടെ തീർന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ബട്ടർ പേപ്പർ വേണം. ഇനി അതില്ലാന്നുണ്ടെങ്കിൽ എന്നെ പോലെ നെയിം സ്ലിപ്പിൻ്റെ ബാക്ക് സൈഡിൽ ആ പേപ്പർ ഉണ്ടല്ലോ അത് വെച്ചിട്ടായാലും ചെയ്യാം കേട്ടോ. എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞില്ലല്ലോ. നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്റ്റിക്കേഴ്സ് എല്ലാം അതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള സെല്ലോ ടേപ്പൊക്കെ വെച്ചിട്ടില്ലേ അതിനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാ സ്റ്റിക്കേഴ്സിനെയും ഞാൻ അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ സെല്ലോ ടേപ്പൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്നുള്ളത് കട്ട് ചെയ്തെടുക്കുക എന്നുള്ള ഒരു ടാസ്ക്കാണ്. പിന്നൊരു കാര്യം പറയട്ടെ, ഈ ഒരു വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. വേറൊന്നുമല്ല, ഞാൻ എൻ്റെ ചാനലിൽ ഫസ്റ്റായിട്ട് ഇട്ട ഷോർട്സ് സ്റ്റിക്കർ മേക്കിംഗ് ആണ് കേട്ടോ. അതാണ്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ കമൻറ്റ് ചെയ്യാനും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഇനിയും നല്ല നല്ല വീഡിയോസ് ഇടാനുള്ള പ്രചോദനം. അങ്ങനെ നമ്മുടെ ക്യൂട്ട് ആൻഡ് കവായി ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ ബ്രൗൺ പേപ്പർ ഒന്ന് പീൽ ചെയ്തതിന് ശേഷം അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എല്ലാം പീൽ ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് എന്തിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പറിലേക്ക് സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് അതിലേക്ക് ക്യൂട്ട് സ്റ്റിക്കേഴ്സ് എന്ന് എഴുതിയിട്ടുള്ള ഒരു ഇതിലേക്കാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വർക്കിംഗ് ആണോന്നും കൂടി നോക്കണ്ടേ. അതിനായിട്ട് ഞാനൊരു ബുക്കിലേക്ക് ഈ ഒരു ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ഏത് വേണമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.